Hi, good morning. നമുക്കൊരു ട്രഡീഷണൽ സ്നാക്ക് ഉണ്ടാക്കിയാലോ. ട്രഡീഷണൽ സ്നാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ട്രഡീഷണൽ രീതിയിലല്ല കേട്ടോ. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ അരിയൊക്കെ പൊടിച്ചിട്ട് ഒക്കെയാണ് നമ്മൾ കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കാറുള്ളത്. കുക്കറപ്പം എന്നും പറയും. നമ്മൾ അത് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ള കലത്തപ്പാണ്. നമ്മുടെ ചീനച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചീനച്ചട്ടിയിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് കലത്തപ്പം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 150 ഗ്രാം ശർക്കര എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് 125 ഗ്രാമോ 100 ഗ്രാമോ ശർക്കര എടുക്കാം കേട്ടോ. അധികം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു 1/4 കപ്പ് ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കുക, സവോള എടുക്കരുത്. ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പിലും കൂടുതൽ, 1/4 കപ്പ്, ഒരു 1/2 കപ്പിനടുത്ത് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിന് കട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. ഈ ജാറിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കണം. നമ്മൾ എത്ര ഗോതമ്പ് പൊടി എടുക്കുന്നോ അത്രയും തന്നെ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരവിയത്, 1/4 കപ്പാണ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ്. പിന്നെ 2 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം, ക്യുമിൻ സീഡ്സ് 1/4 ടീസ്പൂൺ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ 2 or 3 ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിത് അരച്ചെടുക്കട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ മിക്സ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശർക്കര എടുത്തതുണ്ടല്ലോ, ശർക്കര 1/2 കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. ഇതൊന്ന് ലൂസ് ആവാനും നമ്മുടെ ബാറ്ററിന് മധുരം കൊടുക്കാനുമായിട്ട് ശർക്കര 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശർക്കര പാനി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉടനെ തന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ ശർക്കര ചൂടായതുകൊണ്ട് വേഗം കുക്കായി പോകും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് വരും. ഇതൊന്ന് തിക്കായി വന്നോളൂ കേട്ടോ. പിന്നെ ശർക്കര പാനിയുടെ ലൂസ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കൊരു 1/4 കപ്പ് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി വരുന്നുണ്ട്. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. ഒട്ടും കട്ടയില്ലാതെ നോക്കണം ഗോതമ്പ് പൊടി. കട്ട കൂടി പോയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. അതിന് ശേഷം വേണം നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ആദ്യത്തേനേക്കാൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നെയ്യിൽ നമ്മുടെ ഉള്ളിയും തേങ്ങക്കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടേ നമ്മളിനി കലത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ശർക്കര പാനി ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നെയ്യും വെളിച്ചെണ്ണയും ഈക്വലായിട്ട് ചേർത്തിട്ട് വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് മാത്രമാണ് ചേർക്കുന്നത്. നെയ്യിലേക്ക് ആദ്യം നമുക്ക് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങക്കൊത്ത് ഒരുപാട് ബ്രൗൺ ആയി പോകണ്ട. ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ വറുത്തെടുക്കുക. വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണെങ്കിൽ നെയ്യുടെ അളവ് കുറയ്ക്കാം. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നെയ്യിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ ഉള്ളി തേങ്ങക്കൊത്തിൻ്റെ കൂടെ ഇടരുത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങക്കൊത്തും ഉള്ളിയും ചേർന്ന് വരുമ്പോൾ തേങ്ങക്കൊത്തിന് കുക്കിംഗ് ടൈം കൂടുതലാണ്, ഉള്ളിക്ക് കുക്കിംഗ് ടൈം കുറവാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോവും. ഉള്ളി വേഗം കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങക്കൊത്തൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളിയും കൂടി ചേർത്ത് ബാക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഉള്ളിയുടെയും കൂടി കളർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. വലിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇനി തേങ്ങക്കൊത്തും ഉള്ളിയും കുക്കായി വരുന്നത് വരെ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് നെയ്യിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഇഷ്ടം പോലെ വെളിച്ചെണ്ണയിലോ നെയ്യിലോ കുക്ക് ചെയ്യാം. നെയ്യിൽ പിന്നെ കുക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് നെയ്യ് ചേർത്തിട്ടുണ്ടല്ലോ. ഈ നെയ്യ് മതി. ബാക്കിയുള്ളത് നമുക്ക് വെളിച്ചെണ്ണ ബ്രഷ് കൊണ്ട് തടവി കൊടുത്തിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയുടെ കളറും കൂടി മാറി വരട്ടെ.
അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കൂടുതൽ സമയം ചീനച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ കളർ മാറിപ്പോവും. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു തേങ്ങക്കൊത്തും ഉള്ളിയും എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഇതിലുള്ള നെയ്യ് ഇതിൽ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ നെയ്യ് എടുത്ത് മാറ്റുന്നില്ല. നെയ്യ് അതിൽ തന്നെ കിടക്കട്ടെ. നമുക്ക് മാവ് ഒഴിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ആ നെയ്യിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ബാക്കി നെയ്യ് വറ്റി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നെയ്യ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്തത് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പറയാട്ടോ അടുത്തടുത്ത സ്റ്റേജിൽ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു തേങ്ങക്കൊത്തും ഉള്ളിയും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങക്കൊത്തും ഒരു 3/4 ഭാഗം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററിലേക്ക് ഉള്ളിയും തേങ്ങക്കൊത്തും ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും മതി. കുറച്ച് ഉള്ളിയും തേങ്ങക്കൊത്തും നമ്മൾ മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ചീനച്ചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി നേരത്തെ നമ്മുടെ ഉള്ളിയും തേങ്ങക്കൊത്തും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ഒരു കയ്യിൽ മിക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു കയ്യിലേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഒരു കയ്യിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്യൊന്നും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ സ്പ്രെഡായി വന്നോളും. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 1/4 ഭാഗം കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് മുകളിൽ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് 1/4 ഭാഗം കുക്കായി വരട്ടെ. ലോ ഫ്ലെയിമിൽ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. വലിയ ബർണറില്ല, ചെറിയ ബർണറിൽ. അപ്പോൾ ഇതാ നമ്മുടെ കലത്തപ്പം കുക്കായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങക്കൊത്തും ഉള്ളിയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കലത്തപ്പം എന്താ കുക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നടുഭാഗം കുക്കായോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു സ്ക്യൂവർ എടുത്തിട്ട് നടുഭാഗത്ത് കുത്തി നോക്കുക. സ്ക്യൂവറിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി കുക്കാവുന്നുണ്ട് കേട്ടോ. സ്ക്യൂവറിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ കലത്തപ്പം കുക്കായിട്ടുണ്ട്. നമുക്കിത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചൂടൊന്ന് മാറിയിട്ട് ഞാൻ വിടർത്തി കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അടുത്തത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊന്ന് വെളിച്ചെണ്ണ തടവുക. അതിനുശേഷം നമ്മൾ വീണ്ടും മാവ് ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു കയ്യിൽ മാവ് തന്നെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അടച്ചു വയ്ക്കുക. ഒരു ഹാഫ് കുക്കാവുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ വീണ്ടും നമ്മുടെ തേങ്ങക്കൊത്തും ഉള്ളിയും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ചെയ്ത പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കലത്തപ്പമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 അപ്പത്തിനുള്ള പൊടി ഉണ്ടാവും കേട്ടോ. നമ്മൾ മാവ് കലക്കിയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഇൻസൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രണ്ടായിട്ടൊന്ന് വിടർത്തി കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇൻസൈഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ കലത്തപ്പത്തിൻ്റെ ഇൻസൈഡ് ഇരിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.